Hi viewers, now we are going to discuss about Hawthorne studies. As we mentioned in the earlier class, Hawthorne studies was the basis of organizational behavior. Hawthorne studies consist of separate experiments. Following are the experiments: illumination experiments, relay assembly test room experiment, experiments in interviewing workers, bank wiring room experiments. Let's discuss the experiments in detail. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹേത്തോൺ സ്റ്റഡീസ് ഓർഗനൈസേഷണൽ ബിഹേവിയറിന് വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് നൽകിയത്. ഒരർത്ഥത്തിൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനം തന്നെ ഹേത്തോൺ സ്റ്റഡീസ് ആണെന്ന് പറയാം. ഹേത്തോൺ സ്റ്റഡീസ് പല എക്സ്പെരിമെൻറ്റുകൾ ചേർന്ന് ഉള്ള ഒരു പഠനമാണ്. ആ എക്സ്പെരിമെൻറ്റ്സ് താഴെ പറയുന്നവയാണ്: ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ്, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്സ്, എക്സ്പെരിമെൻറ്റ്സ് ഇൻ ഇൻ്റർവ്യൂയിങ് വർക്കേഴ്സ് ആൻഡ് ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഹേത്തോൺ സ്റ്റഡീസ് എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഈ എക്സ്പെരിമെൻറ്റ്സ് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഹേത്തോൺ സ്റ്റഡീസ് വാസ് കണ്ടക്റ്റഡ് ബൈ എ ടീം ഓഫ് റിസർച്ചേഴ്സ് headed by Elton Mayo. Their aim was to study the human aspects of work and working conditions at the Hawthorne plant of Western Electric Company, Chicago. The duration of the study was from 1924 to 1932. They conducted different experiments at Hawthorne plant. The company was producing bells and other electric equipments for telephone industry. The team conducted several experiments. ഹേത്തോൺ സ്റ്റഡീസ് നടത്തിയത് 1924 1932 ഇടയിലുള്ളൊരു കാലയളവിലാണ്. കുറച്ച് റിസർച്ചേഴ്സാണ് ഇത് നടത്തിയത്. അതിലേറ്റവും പ്രധാനി എൽട്ടൺ മായോ ആയിരുന്നു. അവരെല്ലാം തന്നെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസേഴ്സ് ആയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹേത്തോൺ പ്ലാന്റ്, വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയുടെ ഹേത്തോൺ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനിടയിലുള്ള ഹ്യൂമൻ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഹ്യൂമൻ റിലേഷൻസും മറ്റ് കാര്യങ്ങളും എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയായിരുന്നു. ആ പഠനത്തിൻ്റെ റിസൾട്ടിൽ നിന്നും അത് മറ്റുള്ള കമ്പനികളിൽ കൂടെ അപ്ലൈ ചെയ്യണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കമ്പനി പ്രധാനമായിട്ടും ടെലഫോൺ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇനി അവർ ഈ പഠനം നടത്തിയത് പല എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ്. ആ എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ്. The purpose behind illumination experiment was to examine the relation of the quality and quantity of illumination with the efficiency of workers. It was found that there was no notable increase in efficiency of workers. ഇലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് പേരെ നേരത്തെ ഏതൊരു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റാണോ ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ ആ ഇൻറ്റൻസിറ്റിയിൽ എംപ്ലോയീസിനെ വർക്ക് ചെയ്യിപ്പിക്കുകയും മറ്റൊരു കൂട്ടം എംപ്ലോയീസിനെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിച്ച ഒരു പ്ലാന്റിലേക്ക് അവരെ മാറ്റി ജോലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഇത്ര പ്രാധാന്യമോ എന്ന്. അന്നത്തെ കാലത്ത് അത് വളരെ വലിയ കാര്യമാണ്.
അപ്പോൾ ലൈറ്റിൻ്റെ തീവ്രത കൂടിയ പ്ലാന്റിൽ കുറച്ച് വർക്കേഴ്സ്, ലൈറ്റിൻ്റെ തീവ്രത പഴയതുപോലെ തന്നെയുള്ള പ്ലാന്റിൽ ഒരു കൂട്ടം വർക്കേഴ്സ്. കുറച്ച് നാൾക്ക് ശേഷം അവരുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോട്ടബിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ് കാണാൻ കഴിഞ്ഞില്ല. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയ പ്ലാന്റ് ഏതാണോ അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും അവിടുത്തെ ഔട്ട്പുട്ടും നേരത്തെ തന്നെ ഏതൊരു ഇൻറ്റൻസിറ്റിയിലാണോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിലാണോ വർക്ക് ചെയ്തത് അവരുടെയും ഔട്ട്പുട്ട് തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും കണ്ടില്ല. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അത് വർദ്ധിപ്പിക്കുക വഴി എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിക്കോ പ്രൊഡക്ടിവിറ്റിക്കോ ആ പ്ലാന്റിലെ ഔട്ട്പുട്ടിനോ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് കണ്ടുപിടിച്ചു. കാരണം നേരത്തെയുള്ള ലൈറ്റിംഗ് ഇൻറ്റൻസിറ്റി എത്രയാണോ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്തവരുടെ എഫിഷ്യൻസിയും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് ആ പ്ലാന്റിലേക്ക് അയച്ച് അവിടെ വർക്ക് ചെയ്യിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെയും തമ്മിൽ എഫിഷ്യൻസിയും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സ്പെരിമെൻ്റ് നടത്തിയവർക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയും തമ്മിൽ യാതൊരു രീതിയിലും അത് തമ്മിൽ റിലേറ്റഡ് അല്ല. ഇതാണ് ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്. Next, relay assembly test room experiments. The researchers undertook the next experiment to study the workers segregated on the basis of a definite range of working condition variables. The selected variables included workroom temperature and humidity, work schedule, and their food consumption. Like their experiments in illumination, the researchers were surprised to discover that relationship between these variables and industrial efficiency was simply not found. So there was no relationship between the variables and efficiency of employees. നമുക്കിനി എന്താണ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻ്റ് എന്ന് നോക്കാം. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റിന് ശേഷം റിസർച്ചേഴ്സ് നടത്തിയ എക്സ്പെരിമെൻറ്റ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻ്റ് ആയിരുന്നു. റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യത്തിലും എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ പല മാറ്റങ്ങളും വരുത്തി നോക്കി. ഇവിടെ മാറ്റം വരുത്തിയത് ചില വേരിയബിൾസാണ്. റൂം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും, പിന്നെ വർക്ക് ഷെഡ്യൂൾ, അവരുടെ ഫുഡ് കൺസംഷൻ, ഇതിലൊക്കെ വ്യത്യാസം വരുത്തി നോക്കി. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് മാറ്റി നോക്കിയതെങ്കിൽ ഇവിടെ ഇത്തരം വേരിയബിൾസാണ് മാറ്റി എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്തത്. പക്ഷേ റിസർച്ചേഴ്സിനെ എല്ലാം അത്ഭുതപ്പെടുത്തിയ ഒരു ഡിസ്കവറി എന്താണെന്ന് വെച്ചാൽ ഈ വേരിയബിൾസും അതുപോലെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും തമ്മിലും യാതൊരു വിധത്തിലും റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നതാണ്. പലതരത്തിലും അവർ ഈ വേരിയബിൾസിനെയൊക്കെ മാറ്റി നോക്കി. നല്ല എംപ്ലോയീസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അതിലൊക്കെ ആ രീതിയിലൊക്കെ അവരെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടും അവരുടെ എഫിഷ്യൻസിയിൽ കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടായില്ല. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിൽ നിന്നും അവരെത്തിയ നിഗമനം ഇതായിരുന്നു: ഇത്തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻ വേരിയബിൾസും എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും തമ്മിൽ റിലേറ്റഡ് അല്ല. നെക്സ്റ്റ്, experiments in interviewing workers. A number of researchers began to go directly to workers to talk about what was, in their opinion, important to them. For this, around 20,000 workers were interviewed.
Unlike previous experiments, the interviewers set out to skillfully listen what the worker was saying. With the progress in interviewing the workers, the researchers discovered that the workers would open up and talk freely about what was the most important. The interviewing experiments enabled the researchers to discover the importance of informal organization and its relationship to the formal organization. Experiments in interviewing workers എന്താണെന്ന് നോക്കാം. അന്ന് ധാരാളം റിസർച്ചേഴ്സ് വർക്കേഴ്സുമായിട്ട് നേരിട്ട് സംസാരിച്ച് വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഡിസ്കവർ ചെയ്യാൻ ശ്രമിച്ചു. ഏകദേശം 20,000 വർക്കേഴ്സുമായിട്ട് സംസാരിച്ചു ഈ റിസർച്ചേഴ്സ്. മുൻപുള്ള എക്സ്പെരിമെൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് എംപ്ലോയീസ് എന്താണോ പറയുന്നത് അത് കേൾക്കുന്നതിലാണ് റിസർച്ചേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം എന്നാലേ മനസ്സിലാകൂ വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്താണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയതെന്ന്. അപ്പോൾ അത്തരത്തിൽ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകവേ റിസർച്ചേഴ്സിന് മനസ്സിലായൊരു കാര്യം ഇതാണ്. വർക്കേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും, അവരവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂ വഴി റിസർച്ചേഴ്സ് ഡിസ്കവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ഇൻഫോർമൽ ഓർഗനൈസേഷനും ഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്. അപ്പോൾ എംപ്ലോയീസിനിടയിൽ ഒരു ഇൻഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്പ്, വളരെ ഇൻഫോർമലായിട്ട് അവരോട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത് വളരെയധികം സന്തോഷം നൽകുന്നുവെന്നും അത് അവരുടെ ജോലിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർ ആ ജോലിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നും റിസർച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക വഴി എംപ്ലോയീസ് വളരെയധികം സന്തോഷിക്കുകയും അത് അവരുടെ ജോലിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നും റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ എത്രത്തോളം ആവശ്യമാണെന്ന് റിസർച്ചേഴ്സ് ഈ ഇൻ്റർവ്യൂവിലൂടെ കണ്ടെത്തിയത്. അതാണ് വർക്കേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തതിലൂടെ റിസർച്ചേഴ്സിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായിരുന്നു ആ ഒരു പഠന രീതിയുടെ പ്രത്യേകത. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്, ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെൻറ്റ്. It was conducted in the bank wiring room. Through this experiment, the workers found that the behavioral norms set by the work group had a powerful influence over the productivity of the group. The higher the norms, the greater the productivity, and vice versa. The bank wiring room experiments well confirmed the effect of the power of the peer group and importance of group influence on workers' behavior and productivity. അടുത്ത എക്സ്പെരിമെൻ്റാണ് ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെൻറ്റ്. ഈ റിലേ അസംബ്ലി റൂം എക്സ്പെരിമെൻറ്റ്, അതുപോലെ ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജോലിയുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ള ചില സെക്ഷൻസാണ്. ആ സെക്ഷൻ്റെ പേര് തന്നെയാണ് അവർ എക്സ്പെരിമെൻറ്റിനും നൽകിയിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് വയറിംഗ് റൂമിൽ കണ്ടക്റ്റ് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് ഈ വിധമായിരുന്നു. അവിടെ ജോലി ചെയ്ത വർക്കേഴ്സിനോട് അവർ തന്നെയും ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് ആ ഗ്രൂപ്പിന് കുറച്ച് നോംസ് ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തോളുവാൻ അവർക്കൊരു ഫ്രീഡം നൽകി.
അതായത് ബാങ്ക് വയറിംഗ് റൂം ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്ത എംപ്ലോയീസിനോട് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുവാനുള്ള പെർമിഷൻ കൊടുത്തു. അതുമാത്രവുമല്ല, ഓരോ ഗ്രൂപ്പും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടുന്നത്, ആ ഗ്രൂപ്പിനെ നയിക്കേണ്ടുന്ന നോംസ്, അതായത് റൂൾസൊക്കെ എങ്ങനെയാണെന്ന് അവർക്ക് തന്നെയും ഡിസൈഡ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും നൽകി. യഥാർത്ഥത്തിൽ ആ വർക്കേഴ്സ് തന്നെയും അത്ഭുതപ്പെട്ടു. കാരണം അവർ പോലും അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് വല്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ മേൽ ഉണ്ട് എന്നുള്ളത്. ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്യുവാനും വളരെ പെട്ടെന്ന് ജോലി ചെയ്യുവാനും അതുപോലെ തന്നെയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും അവരുടെ എഫിഷ്യൻസിയും വർദ്ധിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഓരോ ഗ്രൂപ്പിലും അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത നോംസ് അവർ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ നോംസ് മറ്റാരും പറയാതെ തന്നെ അവർ ഫോളോ ചെയ്തപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് എല്ലാ രീതിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് തന്നെയും ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടായിരുന്നു. അവർക്കവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് നോംസ് സെറ്റ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്കുണ്ടായിരുന്നു. അവർ എങ്ങനെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ജോലി ചെയ്തപ്പോഴാണ് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഏറ്റവും അധികം ഉയർന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഓർഗനൈസേഷനിൽ അന്നത്തെ കാലത്ത്, അന്നത്തെ സാഹചര്യത്തിൽ ഒരു ഓർഗനൈസേഷനിൽ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. വർക്കേഴ്സിൻ്റെ ബിഹേവിയറിലാണെങ്കിലും പ്രൊഡക്ടിവിറ്റിയിലാണെങ്കിലും. ആ ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ജോലി എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കും. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സാഹചര്യത്തിൽ അത് അവരെ സംബന്ധിച്ചൊരു പുതിയൊരു അനുഭവമായിരുന്നു. അവർക്ക് തന്നെ ജോലി ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഗ്രൂപ്പ് നോംസും പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസും വളരെയധികം റിലേറ്റഡ് ആണെന്നുള്ള ഒരു ഡിസ്കവറി ഈ എക്സ്പെരിമെൻറ്റിലൂടെ റിസർച്ച് നടത്തി. യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ സിസ്റ്റമായിട്ട് ഓർഗനൈസേഷൻ മാറിയെങ്കിൽ മാത്രമേ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യുകയുള്ളൂ എന്ന ഒരു പ്രിൻസിപ്പിൾ, എന്നൊരു തിയറിയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെൻറ്റിലൂടെ റിസർച്ചേഴ്സ് കൺഫേം ചെയ്ത കാര്യം പ്രധാനമായിട്ടും പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് എംപ്ലോയീസിലുണ്ട്. ഒരു സോഷ്യൽ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും വർദ്ധിക്കാനായിട്ടുള്ള കാരണത്തിൽ ഏറ്റവും പ്രധാനം. അതുപോലെ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വർക്കേഴ്സിൻ്റെ ബിഹേവിയറിലും ഉണ്ടാകും, പ്രൊഡക്ടിവിറ്റിയിലും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെൻറ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്തത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് എ നോട്ട് ഓൺ ഹോത്തോൺ സ്റ്റഡീസ്.